നീ എന്താണ് ചെയ്യുന്നത് അമീർ? ഈ ഉറുമ്പുകളെ നോക്കൂ ബാബ, എന്ത് രസകരമാണ് ഇവയെ കാണാൻ. എന്തുകൊണ്ടാണ് ഈ ഉറുമ്പുകൾ നിന്നെ ആകർഷിച്ചത്? എനിക്കറിയില്ല. അവരെ നോക്കൂ, ചെറിയ ചെറിയ ജീവികളാണെങ്കിലും അവർ വളരെ അച്ചടക്കമുള്ളവരാണ്. എല്ലായിടത്തും പോകുമ്പോൾ അവർ എല്ലായ്പ്പോഴും ഒരു ലൈൻ ഉണ്ടാക്കുന്നു. അത്രയും കഠിനാധ്വാനികളാണവർ. അതെ, ശരിയാണ് അമീർ. നീ പ്രവാചകനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെയും ഉറുമ്പുകളുടെയും കഥ കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് ആ കഥ പറഞ്ഞു തരുമോ ബാബ? ഇൻഷാ അല്ലാ, ഞാനിപ്പോൾ നിനക്ക് ഈ കഥ പറഞ്ഞു തരാം. നമുക്ക് ഇവിടെ ഇരിക്കാം, നീ ശ്രദ്ധിച്ചു കേൾക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദാവൂദ് നബിയുടെ മരണശേഷം സുലൈമാൻ നബി അലൈഹിസ്സലാം രാജാവായി. അദ്ദേഹം ഏറ്റവും നല്ല സാമ്രാജ്യത്തിനുടമയാവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. ബുദ്ധിശക്തി കൂടാതെ മറ്റു കഴിവുകൾ കൂടി നൽകി അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അദ്ദേഹം ആഗ്രഹിക്കുന്നതുപോലെ കാറ്റിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നൽകി. അദ്ദേഹത്തിന് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഭാഷ മനസ്സിലാക്കാനും അവരുമായി സംസാരിക്കാനും കഴിയുമായിരുന്നു. പ്രവാചകൻ തന്റെ രാജ്യം വളരെ സമർത്ഥമായി ഭരിച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം വലിയ ആരാധനാലയങ്ങളും ഗോപുരങ്ങളും നിർമ്മിച്ചു. ഒരിക്കൽ പ്രവാചകനും തന്റെ സൈന്യവും അസ്കലോണിലേക്ക് പോകുന്നതിനായി താഴ്വരയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അവർ കടന്നുപോകുമ്പോൾ ഒരു ഉറുമ്പ് അവരുടെ അടുത്തെത്തിയ സൈന്യത്തെ കണ്ടു. അപ്പോൾ ആ ഉറുമ്പ് മറ്റു ഉറുമ്പുകളോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വീടുകളിലേക്ക് ഓടിപ്പോവുക, അല്ലെങ്കിൽ സുലൈമാൻ നബിയും സൈന്യവും നമ്മളെ ചവിട്ടി മെതിക്കും. ഇത് കേട്ടപ്പോൾ പ്രവാചകന് വളരെ സന്തോഷമായി. ഞാനൊരു പ്രവാചകനാണെന്ന് ഈ ചെറിയ ഉറുമ്പിന് പോലും അറിയാം, അദ്ദേഹം ആലോചിച്ചു. അപ്പോൾ ഉറുമ്പുകളുടെ ജീവൻ രക്ഷിച്ചതിന് അദ്ദേഹം അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു. അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ ജിന്നുകളും പക്ഷികളുമുണ്ടായിരുന്നു. അവർക്കും ഓരോ പദവികളും നിർദ്ദേശങ്ങളും നൽകിയിരുന്നു. അവർക്കിടയിൽ കർശനമായ അച്ചടക്കം പാലിച്ചിരുന്നു. ഒരിക്കൽ ഒരു പക്ഷി അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ അവധിയെടുത്തതിനാൽ അദ്ദേഹത്തിന് വിഷമമായി. എന്നിരുന്നാലും പക്ഷി താമസിയാതെ അതിന്റെ കാരണം വിശദീകരിച്ചു. പ്രവാചകൻ ഇതുവരെ കാണാത്ത സ്ഥലങ്ങളിൽ പോലും ആ ചെറിയ പക്ഷിയാണ് അന്വേഷണം നടത്തിയിരുന്നത്. നമുക്കറിയാത്ത ചില കാര്യങ്ങൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ സബായിൽ നിന്നും പ്രധാനപ്പെട്ട വാർത്തയുമായാണ് വരുന്നത്, പക്ഷി പറഞ്ഞു. പക്ഷിയുടെ വാക്കുകൾ പ്രവാചകന്റെ ദേഷ്യം കുറയ്ക്കുകയും അത് അദ്ദേഹത്തെ കൗതുകപ്പെടുത്തുകയും ചെയ്തു. പക്ഷി തുടർന്നു, സബ ഭരിക്കുന്നത് ബൽഖീസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു രാജ്ഞിയാണ്. അവർക്ക് ധാരാളം സമ്പത്തുണ്ട്, മഹത്തായ ഒരു സിംഹാസനവുമുണ്ട്. പക്ഷേ അവർ അള്ളാഹുവിന് പകരം സൂര്യനെ ആരാധിക്കുന്നു. ആ പക്ഷി പറഞ്ഞത് സത്യമാണോ എന്ന് പരീക്ഷിക്കുവാൻ പ്രവാചകൻ ആഗ്രഹിച്ചു.